നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. വിശാഖം നാളുകാർക്ക് അവിചാരിതമായ യാത്രകൾ വേണ്ടിവരാം. മാനസികമായ സന്തോഷം വർദ്ധിക്കുന്ന കാലമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരുന്നതിന് അവസരമൊരുങ്ങും. സ്വഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുക, ബിസിനസ്സിൽ നേട്ടങ്ങൾ കൈവരിക്കുക മുതലായ ഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരാൻ ഇടയുള്ള കാലമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാം. കലാപരമായും കായികപരമായുമുള്ള നേട്ടങ്ങൾ കൈവരിക്കും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നിയമന ഉത്തരവുകൾ ലഭിക്കാം. ദോഷശമനത്തിനായിട്ട് വിഷ്ണുഭജനം നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണുഭജനം നിത്യേന വീട്ടിൽ തന്നെ നടത്തുക. ഭാഗവതത്തിലെ കാളിയമർദ്ദന ഭാഗം നിത്യേന വീട്ടിൽ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ്. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ തൊഴുത് നരസിംഹസ്വാമിക്ക് ചുവന്ന മാല, പാനക നിവേദ്യം ഇവ നടത്തിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണപ്രദമായി കാണുന്നു.